प्यारे छात्रों नमस्कार। आज हम नवीं कक्षा का पहला पाठ पढ़े। यह एक कविता है। कविता का नाम है पुल बनी थी माँ। कवि का नाम है नरेंद्र पुंडरीक। और कविता के पहले इस इकाई में एक हाइकू है। हाइकू क्या है? हाइकू മൂൽ രൂപ से ജാപ്പാനി കവിത है। അപ്പോൾ ഹൈക്കു എന്താണ്? ഹൈക്കു എന്ന് പറയുന്നത് ജാപ്പാനി കവിതാ രൂപമാണ്। आजकल यह संसार भर के अधिकांश भाषाओं में लिखी जाती है। എന്നാൽ ഈയിടെയായിട്ട് ഇത് ലോകത്തിലെ ഏകദേശം മിക്കവാറും എല്ലാ ഭാഷകളിലും എഴുതപ്പെടുന്നുണ്ട്। ഹൈക്കു में 3 पंक्तियां होते हैं। ഈ ഹൈക്കുവിലെ 3 വരികളാണ് ഉണ്ടാവുക। हिंदी हाइकू में पहली पंक्ति में 5, दूसरी में 7 और तीसरी में 5 अक्षर होते हैं। हिंदी ഹൈക്കുവിലെ ആദ്യത്തെ വരിയിലെ 5 അക്ഷരവും രണ്ടാമത്തെ വരിയിലെ 7 അക്ഷരവും മൂന്നാമത്തെ വരിയിലെ 5 അക്ഷരവുമാണുള്ളത്। इस प्रकार कुल मिलाकर 17 अक्षर होते हैं। ഇങ്ങനെ ആകെ മൊത്തം ടോട്ടൽ നോക്കിയാൽ എത്ര അക്ഷരങ്ങളുണ്ടാവും? കുൽ മിലാക്കർ 17 അക്ഷർ ഹോത്തെ ഹെ, 17 അക്ഷരങ്ങൾ ഉണ്ടാവും। അപ്പോൾ ഹൈക്കു എന്താണെന്ന് മനസ്സിലായില്ലേ? ജപ്പാനിലെ ഒരു കവിതാ രൂപമാണ് ഹൈക്കു। ഇന്ന് മിക്കവാറും എല്ലാ ഭാഷകളിലും ഈ ഹൈക്കു എഴുതപ്പെടുന്നുണ്ട്। 3 വരികളിലായിട്ടാണ് എല്ലാ ഭാഷകളിലും ഹൈക്കു എഴുതുന്നത്। എന്നാൽ അക്ഷരങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? ഹിന്ദി ഹൈക്കുവിലെ 17 അക്ഷരങ്ങളാണുള്ളത്। ഒന്നാമത്തെ വരിയിൽ 5 അക്ഷരവും രണ്ടാമത്തേതിലെ 7ഉം മൂന്നാമത്തേതിലെ 5ഉം അങ്ങനെ ടോട്ടൽ 17 അക്ഷരങ്ങളാണ് ഉള്ളത്। ഹൈക്കു ദേഖേ। मैया की आई वृद्धाश्रम से चिट्ठी कैसे हो बेटा। मैया की चिट्ठी, मैया माँ की चिट्ठी वृद्धाश्रम से आई। वृद्धाश्रम से माँ की चिट्ठी आई है। माँ अब कहाँ है? माँ अब वृद्धाश्रम में है। वृद्धाश्रम से माँ की चिट्ठी आई। इसमें क्या खबर है? അല്ലേ? അമ്മയുടെ കത്തിൽ എന്താണ് വിവരം? കൈസേ ഹോ ബേട്ടാ, ബേട്ടാ തും കൈസേ ഹോ, മകനെ നീ എങ്ങനെയുണ്ട്? നിനക്ക് സുഖമാണോ? അതാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്। അപ്പോൾ മാ കെ ദിൽ മേ ഹമേശ അപ്നെ ബച്ചോं के प्रति प्यार होता है। അമ്മയുടെ മനസ്സിൽ എപ്പോഴും എന്താണ്? കുട്ടികളോട് സ്നേഹമായിരിക്കും അല്ലേ? वृद्धाश्रम में रहते हुए भी माँ के मन में अपने बेटे के खबर जानने की उत्सुकता है। വൃദ്ധാശ്രമത്തിൽ താമസിക്കുമ്പോഴും അമ്മയുടെ മനസ്സിൽ അല്ലേ തൻ്റെ മകനെക്കുറിച്ചുള്ള വിവരം അറിയാനുള്ള ഉത്കണ്ഠയാണ് ഇതിൽ പറയുന്നത്। അപ്പോൾ ഹൈക്കു देखने में बहुत छोटा होता है लेकिन इसमें भरा हुआ आशय बहुत गहरा होता है। ഹൈക്കു കാണാൻ വളരെ ചെറുതായിരിക്കും। കേവലം 3 ലൈനിലുള്ള ഒരു കവിതയാണ് ഹൈക്കു। എങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ആശയം വളരെ വിശാലമായ ആശയമായിരിക്കും। ഇതാണ് ഹൈക്കുവിൻ്റെ പ്രത്യേകത। ആകെ കവിത की ओर देखें। पुल बनी थी माँ। कविता का नाम क्या है? पुल बनी थी माँ। कवि का नाम क्या है? नरेंद्र पुंडरीक। हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक। हम भाइयों के बीच पुल बनी थी माँ। पुल ब्रिड्ज, पालम। माँ हम भाइयों के बीच पुल बनी थी അല്ലേ? അമ്മ ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ എന്തായിരുന്നു? പാലമായിരുന്നു അല്ലേ? पुल माने क्या है? 2 किनारों को आपस में जोड़ने वाली एक कड़ी है पुल അല്ലേ? 2 തീരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങല, അതാണ് എന്ത്? पुल അല്ലേ? 2 किनारों को पुल आपस में जोड़ते हैं അല്ലേ? 2 തീരങ്ങളെ
പരസ്പരം സംബന്ധിപ്പിക്കുന്നതാണ്, ബന്ധിപ്പിക്കുന്നതാണ് പുൽ. യഹാം माँ किसके समान है? पुल के समान है. माँ परिवार के हर सदस्यों को आपस में जोड़ने वाली एक पुल है. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. बिना किसी हरी लाल बत्ती के, बच्चे रूपी जिंदगी को यहाँ कवि रेलगाड़ी के साथ तुलना की है. चुक चुक चक चक चलने वाली गाड़ी का नाम है रेलगाड़ी. അപ്പോൾ ബച്ചോं की जिंदगी किसके समान है? रेलगाड़ी के समान है. കുട്ടികളുടെ ജീവിതം എന്തിനു സമാനമാണ്? ഒരു തീവണ്ടിക്ക് സമാനമാണ്, അല്ലെ? ഒരു ട്രെയിനിന് സമാനമായിട്ടാണ് കവി ഇവിടെ സങ്കല്പിക്കുന്നത്. एक रेलगाड़ी चलने के लिए हरी और लाल बत्ती की ज़रूरत है. അല്ലേ? ഒരു റെയിൽഗാഡി നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു ഹരി ബത്തി. ഹരി ബത്തി എന്താണ്? പച്ച ലൈറ്റ്. അതേപോലെ തന്നെ ലാൽ ബത്തി, ചുവന്ന ലൈറ്റിൻ്റെ ആവശ്യകതയുണ്ട്. इसका कारण क्या है? रेलगाड़ी चलते समय रुकने के लिए लाल बत्ती की आवश्यकता है और चलने के लिए हरी बत्ती की आवश्यकता है. അല്ലെ? റെയിൽഗാഡി പോകുന്ന സമയത്ത് നിർത്താനായിട്ട് ലാൽ ബത്തിയും അതേപോലെ അത് യാത്ര തുടരാനായിട്ട് പച്ച നിറമുള്ള കൊടി ആണ് നമ്മൾ കാണിക്കാറുള്ളത്, അല്ലേ? അതേപോലെയാണ് ഇവിടെ കവി പറയുന്നത്. എന്താ പറയുന്നത് കവി ഇവിടെ? ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്. എന്നാൽ അമ്മയ്ക്ക് എന്താവശ്യമില്ല? കുട്ടികളുടെ ജീവിതമാകുന്ന റെയിൽഗാഡിയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഹരി ബത്തിയുടെയും ലാൽ ബത്തിയുടെയും ആവശ്യമില്ല, അല്ലേ? ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്, അല്ലേ? യാതൊരു വെളിച്ചവും ആവശ്യമില്ലാതെ തന്നെ, അല്ലേ? മാ രൂപി പുൽസേ ബേട്ടെ രൂപി रेलगाड़ी बेधड़क चलती रहती है. बेधड़क बिना किसी रुकावट से, യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. समझा? एक बार भी देखें. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. हम भाइयों के बीच माँ पुल बन कर रही थी. अर्थात परिवार के हर सदस्यों को आपस में जोड़ने वाली एक कड़ी है माँ. ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? കുടുംബത്തിലെ പരിവാർ എന്താണ്? ഫാമിലി, അല്ലെ? ഫാമിലിയിലെ ഹർ സദസ്യ എന്താണ്? ഓരോ മെമ്പർമാരെയും, സദസ്യ മെമ്പർ, അല്ലെ? ഹർ സദസ്യങ്ങൾക്കോ ഓരോ മെമ്പർമാരെയും ആപ്പസ്മേ ജോഡ്നെ വാലി. ആപ്പസ്മേ എന്താണ്? പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ഒരു ചങ്ങലയാണ് അമ്മ. അപ്പോൾ മാ परिवार के हर सदस्यों को आपस में जोड़ने वाली एक पुल है, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. यहाँ बेटे की जिंदगी को कवि एक रेलगाड़ी के साथ तुलना की है. चुक चुक चक चक चलने वाली रेलगाड़ी के साथ तुलना की है. रेलगाड़ी चलने के लिए हरी बत्ती की और रुकने के लिए लाल बत्ती की ज़रूरत है, लेकिन बच्चे रूपी गाड़ी चलने के लिए, बच्चे की ज़िंदगी रूपी गाड़ी चलने के लिए कोई बत्ती की आवश्यकता नहीं. माँ रूपी पुल से ये गाड़ी बेधड़क अर्थात बिना किसी रुकावट से चलती रहती है. आगे देखिए. पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ.
पिता के बाद हम भाइयों के बीच पुल बनी माँ। पिता के बाद, पिता की मृत्यु के बाद, മാ ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി ഥി. അല്ലേ, അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിൽ അമ്മ എന്തായിരുന്നു? പാലമായിരുന്നു. മാ परिवार के हर भाइयों या परिवार के हर सदस्यों के बीच में प्यार, सहानुभूति, भाईचारा आदि जगा कर आपस में जोड़ती है. അല്ലേ, കുട്ടികളുടെ മനസ്സിലെ സ്നേഹം, സാഹോദര്യം, അല്ലേ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്, സഹാനുഭൂതി ഇതൊക്കെ വളർത്തിയിട്ട് അമ്മ എന്താണ്? ഒരു പാലമായി അവരെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു. അച്ചാനക് നഹി ടൂട്ടി, ധീരെ ധീരെ ടൂട്ടത്തി രഹി. ടൂട്ടന, ദുർബൽ ഹോന. മാ അച്ചാനക് നഹി ടൂട്ടത്തി. മാ അച്ചാനക്, ജൽദി, അല്ലെ, പെട്ടെന്നല്ല എന്തായത്? ദുർബൽ ഹോഗി. ധീരെ ധീരെ ടൂട്ടത്തി രഹി. മാ ധീരെ ധീരെ ദുർബൽ होने लगी. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. हम भाइयों समझने लगे कि माँ बूढ़ा हो रही है. एक बार भी देखें. पिता के बाद हम भाइयों के बीच पुल बनी माँ. अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. तो पिता की मृत्यु के बाद माँ हम भाइयों के बीच एक पुल बनकर रही थी. अचानक नहीं बल्कि धीरे धीरे माँ टूटती रही. माँ दुर्बल होने लगी. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. उस समय बेटों को यह समझ में आ गया है कि माँ बूढ़ा हो रही है. आगे देखिए. माँ के बार बार कहने को हम मानकर चलते रहे. उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. माँ के बार बार कहने को हम मानकर चलते रहे. एक बात को മാ ബാർ ബാർ കഹനെ ലഗി. അല്ലേ, അമ്മ എന്താണ്? ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും എന്തായി പറയാൻ തുടങ്ങി. യേ ബൂഢാ ഹോനെ കാ ലക്ഷൺ ഹെ. അല്ല, ഇതെന്താണ്? വയസ്സാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. എന്താ പറയുന്നത്? മാ കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹേ ഉസ്കെ ബൂഢേ ഹോനെ കി ആദത്ത് और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. माँ एक बात को कई बार कहने लगी और उसका आवाज़ भी, आवाज़ എന്താണ്? സൗണ്ട്, ശബ്ദം, അല്ലെ, ആവാസ് भी धीरे धीरे कमज़ोर होने लगी. മെല്ലെ മെല്ലെ എന്താവാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി. इस समय बच्चों को समझ में आ गया है कि माँ बूढ़ा हो रही है. समझा? आगे देखिए. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. हाथों हाथ रहती माँ, बेटों के हाथ पकड़कर चलने वाली माँ एक दिन बेटों के कंधों पर आ गई. अर्थात माँ पूरी तरह दुर्बल हो गई. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगी हम अपने वृषभ कंधों में. वृषभ कंधा सशक्त कंधा, शक्तമായ ഷോൾഡർ. कंधा मीन्स ഷോൾഡർ. अല്ലേ, माँ का भारी होना. धीरे धीरे बेटों को माँ का भार महसूस करने लगी. धीरे धीरे बेटों को माँ एक बोझ सा बन गया. അല്ലെ, മെല്ലെ മെല്ലെ മക്കൾക്ക് അമ്മ ഒരു ഭാരമായിട്ട് വന്നു. एक बार भी देखें.
हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. हमारे हाथ पकड़कर चलने वाली माँ एक दिन बेटों के कंधों में आ गई. अर्थात माँ पूरी तरह दुर्बल हो गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. धीरे धीरे बेटों को अपने सशक्त कंधों में माँ का भार महसूस करने लगी. അർത്ഥാത് ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? മെല്ലെ മെല്ലെ അല്ലേ മക്കൾക്ക് അമ്മയുടെ ഭാരം എന്തായി തോന്നി? അസഹനീയമായി തോന്നി. മഹസൂസ് കർണ എന്താണ്? അനുഭവപ്പെടുക അല്ലേ. മെല്ലെ മെല്ലെ മക്കൾക്ക് അമ്മയുടെ ഭാരം അനുഭവപ്പെട്ടു. आगे देखिए. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. माँ आखिर माँ ही तो है. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ. और माँ के कंधों से उतरते ही उतर गए हमारे कंधे. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. माँ जब तक जीवित रहती है तब तक हम अपने कंधे बदलते रहे. कंधा बदलना, उत्तरदायित्व बदलना. അതായത് അമ്മ ഏതുവരെ ജീവിച്ചിരുന്നു അതുവരെ മക്കളും എന്ത് ചെയ്തു? അവരുടെ ഉത്തരവാദിത്വം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറിക്കൊണ്ടിരുന്നു. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. हम भाइयों अपने कंधे बदलते रहे अर्थात माँ का उत्तरदायित्व बदलते रहे. इस प्रकार माँ को संभालते रहे. ഇങ്ങനെ എന്ത് ചെയ്തു? മക്കൾ അമ്മയെ സംരക്ഷിച്ചു പോന്നു. മാ ആഖിർ മാ ഹി തോ ഹേ. ലേക്കിൻ മാ ആഖിർ മാ ഹി ഹേ. എന്നാൽ അമ്മ എന്താണ്? അമ്മ തന്നെയാണ്. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ. ले बार बार कंधे बदलते देख कर ले बेटों के बीच में से यह व्यवहार देख कर ले കുട്ടികളുടെ ഇടയിലുള്ള ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് അർത്ഥാത് बार बार बेटे अपना उत्तरदायित्व बदलते देख कर माँ हमारे कंधों से उतर गई. अम्म എന്ത് ചെയ്തു? हमारे कंधों से बेटों के कंधों से उतर गई अर्थात माँ की मृत्यु हो गई. और माँ के कंधों से उतरते ही उतर गए हमारे कंधे. जब माँ की मृत्यु हुई तब बेटे बेसहारे बन गए. അല്ലേ അമ്മ മരിച്ചപ്പോഴാണ് കുട്ടികൾ ആരാവുന്നത്? ബേസഹാരെ അല്ലേ അനാഥ് ബൻ ഗए. അല്ലേ और माँ के कंधों से उतरते ही उतर गए हमारे कंधे. एक बार भी देखें. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. माँ जब तक जीवित रहती है तब तक बेटे अपने उत्तरदायित्व बदलते रहे. माँ आखिर माँ ही तो है लेकिन माँ ही है. ले बार बार कंधा बदलता देखकर माँ हमारे कंधों से उतर गई अर्थात माँ मर गई. और माँ के मरने के बाद बेटों को क्या महसूस करने लगे? बेसहारा या നിരാശ്രയെ മഹസൂസ് करने लगे. അല്ലേ അമ്മ പോയപ്പോഴാണ് കുട്ടികൾക്ക് എന്ത് ബോധ്യമാവുന്നത്? അവർക്ക് എന്താണ്? ആശ്രയം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുന്നത്. സമജിക്കുക അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇത്രയും പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അല്ലേ. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അതിലുള്ള ടഫായിട്ടുള്ള വേർഡ്സൊക്കെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. നന്നായി പഠിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ധന്യവാദം.